ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ബിനോയ് തൃപ്പൂണിത്തുറയിൽ നിന്നും. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ 2 ആഴ്ചയായിട്ട് നമ്മുടെ തൃപ്പൂണിത്തുറ പള്ളിയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ നോക്കിയാൽ ഈ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി നടക്കുന്ന ഈ ചേട്ടൻകള്ളൻ്റെയും അനിയൻകള്ളൻ്റെയും കൂടെ നടക്കുന്ന ചില കൈക്കാരന്മാരും വൈസ് ചെയർമാൻ്റെയൊക്കെ ആറ്റിറ്റ്യൂഡ് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾക്ക് ചില കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കും. കാരണം എന്തിനാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? ആ അഡ്മിനിസ്ട്രേറ്റർ ഇവരെന്തിനാ തടയാൻ പോയത്? കാരണം ഈ അഡ്മിനിസ്ട്രേറ്റർ ചാർജ് എടുത്താൽ പള്ളിയിൽ നടന്നിരിക്കുന്ന സകല അഴിമതി കഥകളും പുറത്തേക്ക് വരും, അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് വരും. ആരാണ് ചേട്ടൻകള്ളനും അനിയൻകള്ളനും കൂടെ അടിച്ചു മാറ്റിയ പൈസ, അതുപോലെ പഴയ ഇവിടുത്തെ വികാരിമാര് ഈ ചേട്ടൻകള്ളനും അനിയൻകള്ളനും കൂടെ കാട്ടിക്കൂട്ടിയ എല്ലാ വൃത്തികേടുകളും, രാത്രി സമയത്ത് പള്ളിയിൽ നടക്കുന്ന പല മീറ്റിങ്ങുകളുടെ രഹസ്യങ്ങളും ഇതെല്ലാം പുറത്തേക്ക് വരുമെന്ന് വ്യക്തമായി അറിയാവുന്ന ഈ ചേട്ടൻകള്ളന്റെയും അനിയൻകള്ളന്റെയും കൂടെ നിൽക്കുന്ന കുറച്ച് ആളുകളും കൂടെ കൂടിയാണ് ഈ ഒരു തടയൽ പദ്ധതി പ്ലാൻ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അരമലയിൽ നിന്നും കിട്ടിയ ഓർഡർ അനുസരിച്ച് ചാർജ് എടുക്കാൻ വരുന്ന വൈദികനെ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ പള്ളിയിൽ പോയി ഭീഷണിപ്പെടുത്താൻ ഇവരിവിടുന്ന് പോയി. അതിനുശേഷം വന്ന ആ വൈദികൻ അരമനയിലേക്ക് പോകുന്ന വഴിക്ക് വെറുതെ നമ്മുടെ പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ച് വികാരിച്ചിനെ കണ്ട് കുശലം പറഞ്ഞതിന് അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് ചാർജ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം ക്രിമിനൽ മൈൻഡഡ് ആണ് വരുന്നത്. കാരണം ഇവർക്ക് ഈ പള്ളിയിലെ കള്ളത്തരങ്ങൾ വ്യക്തമായിട്ട് ഇവർക്കറിയാം. ഈ പള്ളി എങ്ങനെ കടത്തിലായെന്ന് വ്യക്തമായിട്ട് ഇവർക്കറിയാം. ചേട്ടൻകള്ളനും അനിയൻകള്ളനും എത്ര ലക്ഷം രൂപ ഈ പള്ളിയിൽ നിന്ന് അടിച്ചു മാറ്റിയെന്ന് അവർക്കറിയാം. അതിന്റെ അച്ചാരം പറ്റിയവരാണ് ഈ തടയൽ നാടകത്തിന്റെ കൂടെ നിൽക്കുന്നത്. അതിന്റെ കൂടെ പറഞ്ഞു പറ്റിച്ച് കുറച്ച് നമ്മുടെ ഇടവക്കാരെയും ഒന്ന് ആലോചിച്ച് നോക്കാം. മാമോദിസ വെള്ളം തലയിൽ വീണ ഈ ഇടവക്കാര് സഭയുടെ ഔദ്യോഗിക സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ അയച്ച ഒരു വൈദികനെ, അതും ലോഹയിൽ വരുന്ന ഒരു വൈദികനെ പള്ളിയുടെ മുമ്പിൽ ഗേറ്റ് അടച്ചിട്ട് ആക്രോശത്തോടുകൂടി അസഭ്യ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് പോടാ പുല്ലേ വൈദിക എന്ന് പറഞ്ഞുകൊണ്ട് കരിങ്കൊടിയും കാട്ടി ഇവർക്കെതിരെ തിരിയണമെങ്കിൽ എന്തുമാത്രം മ്ലേച്ഛതയായിരിക്കും ഇവരുടെ മനസ്സിലുള്ളത്? എന്തുമാത്രം പൈശാചിക ശക്തിയായിരിക്കും ഇവരുടെ മനസ്സിലുള്ളത്? എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ തടയുന്നത്? ഒരു അഡ്മിനിസ്ട്രേറ്റർ ചാർജ് എടുത്താൽ സത്യങ്ങൾ പുറത്തേക്ക് വരുമെന്ന് അറിഞ്ഞുകൊണ്ടാണോ? സത്യങ്ങൾ പുറത്തു വന്നാൽ ഇവർക്കെന്താ പ്രശ്നം? നമ്മുടെ ഇടവക്കാർ മനസ്സിലാക്കണ്ടേ എന്തുകൊണ്ട് ഈ പള്ളി കടത്തിൽ പോയെന്ന്? നമ്മുടെ ഇടവക്കാർ മനസ്സിലാക്കണം. അപ്പോൾ ആ വൈദികനെ തടഞ്ഞാൽ മാത്രമേ ഈ സത്യങ്ങൾ മൂടി വയ്ക്കപ്പെടുകയുള്ളൂ എന്നുള്ള വ്യക്തമായ ധാരണ ചേട്ടൻകള്ളനും അനിയൻകള്ളനും ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജനാഭിമുഖ കുർബാന പോലും നിർത്തിവെച്ചുകൊണ്ട്, അതായത് ചൊവ്വാഴ്ചത്തെ ജനാഭിമുഖ കുർബാന പോലും നിർത്തിവെച്ചുകൊണ്ട് വൈദികനെ തടയാൻ വേണ്ടി കോപ്പ് കൂട്ടുന്ന ഈ ഇടവക്കാരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി പോരാടുന്ന ഞങ്ങൾക്ക് അനുകൂലമായി കോടതി വിധി കിട്ടിയതിനു ശേഷം പോലും ഈ പള്ളിയിൽ നടന്ന ഇല്ലിസിറ്റ് കുർബാനകൾ ഞങ്ങൾ തടയാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഞങ്ങളുടെ കൂടെയുള്ള കാരണവന്മാർ ഞങ്ങളോട് പറയുന്നത്, മക്കളെ, നമ്മളത് ചെയ്യരുത്. നമ്മുടെ സഭയുടെ കുർബാനയാണ്, അല്ലെങ്കിൽ പോലും അൾത്താരയിൽ കയറി നമ്മൾ പ്രശ്നമുണ്ടാക്കരുത്. പള്ളി പ്രശ്നത്തിന് ഉള്ളൊരു സ്ഥലമല്ല, അത് ആരാധനയ്ക്കുള്ള സ്ഥലമാണെന്നുള്ള വ്യക്തമായ ബോധം നമ്മൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആരും അതിനെ പുറകെ പോയില്ല. നമ്മൾക്ക് എതിരെ ഒരു ക്രിമിനൽ കേസ് പോലും നമുക്കെതിരെ ഇല്ല. പ്രിയ സുഹൃത്തുക്കളെ, സഭയിൽ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതെല്ലാം നമ്മുടെ പള്ളിയിൽ കയറി ആഭാസം കാണിക്കാനുള്ള ഒരു അവകാശമായിട്ട് നമ്മൾ കണക്കാക്കരുത്. ആ ബോധം സഭയോട് കൂടി നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ കുർബാന പോലും വേണ്ടെന്ന് വെച്ച് പള്ളി മുറ്റത്ത് കിടന്ന് തമ്മിൽ തല്ലാൻ എന്തായാലും സഭാവിശ്വാസികളെ ഞങ്ങളെ കിട്ടില്ല. ഞങ്ങൾ അതുകൊണ്ട് ഒരു ക്രിമിനൽ കേസ് പ്രതിയാകാനും തയ്യാറല്ല. പക്ഷേ നിങ്ങളെ പല വിധത്തിലുള്ള നുണകൾ പറഞ്ഞ് പല ക്രിമിനൽ കേസിലും പ്രതിയാക്കാനായിട്ട് ഇപ്പോൾ ഓൾറെഡി 2 കേസിൽ നമ്മുടെ ഇടവക്കാരെ ഇവർ പ്രതിയാക്കി കഴിഞ്ഞു. ഇനിയും നിങ്ങളെ ഇവർ പല പ്രലോഭനങ്ങൾ തന്ന് പ്രതിയാക്കാതിരിക്കാൻ ദൈവത്തെ ഓർത്ത് നമ്മൾ ഇനിയും സഭയോട് ചേർന്ന്, സഭയുടെ പിതാക്കന്മാരോടും മാർപ്പാപ്പയോടും ചേർന്ന് സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളായി ഇരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.